ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷൻസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പബ്ലിക് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2-3 ഇൻഫർമേഷൻസ് ഒന്നിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഇൻഫർമേഷനാണ് ഒന്നിച്ച് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ട്രെയിൻ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിൽ പ്രത്യേകമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഫോൺ നമ്പറുകളെ കുറിച്ചാണ്. രണ്ടാമത്തേത്, സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ മാതാവിന് കൈക്കുഞ്ഞിനെ പരിപാലിക്കാനായി നൽകുന്ന സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓണക്കാലം അല്ലേ, ഒരുപാട് പേര് സ്വന്തം വീട്ടിലേക്ക്, ജോലി സ്ഥലത്തു നിന്ന് സ്വന്തം വീട്ടിലേക്കും അതുപോലെ ബന്ധു വീടുകളിലേക്കെല്ലാം പോകുന്ന സമയമാണല്ലേ. അപ്പം ട്രെയിൻ യാത്ര ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എല്ലാം ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടാവും. ട്രെയിനിലാണെങ്കിൽ ഭയങ്കരമായിട്ട് റഷുള്ള സമയമാണല്ലേ ഈ സമയം. ഒരുപാട് ട്രെയിനുകളിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബർത്ത് കിട്ടാത്ത സാഹചര്യം എല്ലാം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സുരക്ഷിതമായ ട്രെയിൻ യാത്രയ്ക്കായി നമ്മൾ ചില നമ്പറുകൾ നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ 139 ആണ്. 139 അഥവാ 139 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ ഏത് തരം പരാതിയും നമുക്ക് അവരെ അറിയിക്കാം. റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ അതിനാവശ്യമായ നടപടികൾ നമുക്ക് വേണ്ടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ വേറെയും കുറച്ച് നമ്പറുകളുണ്ട്. ആ നമ്പർ ഞാനിവിടെ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഇനി ഫോൺ വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാലും മതിയാവും. ഫോട്ടോ, വീഡിയോ എന്നിവ എടുത്തും അയക്കാവുന്നതാണ്. ഇനി ആവശ്യമെങ്കിൽ കോച്ച് നമ്പർ, സീറ്റ് നമ്പർ എന്നിവയും രേഖപ്പെടുത്തണം. ഇനി എങ്ങാനും അവർ ലൊക്കേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ഇതിനുള്ള ആക്ഷൻ എടുത്ത് നമുക്കുള്ള റെമഡീസ് ചെയ്തു തരുന്നതാണ്. മറ്റ് യാത്രക്കാരുടെ ശല്യം ചെയ്യൽ, അനധികൃത കച്ചവടം, കവർച്ച, ശുചിമുറിയിൽ വെള്ളമില്ലാത്ത അവസ്ഥ, ബർത്തുകളുടെ തകർച്ച, ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫോൺ നമ്പറുകളിലെല്ലാം വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോ നമുക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓണക്കാല ആഘോഷം അല്ലെങ്കിൽ ട്രെയിൻ യാത്രയെല്ലാം സുരക്ഷിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഭിന്നശേഷിക്കാരായ ആളുകളെ കുറിച്ചാണ്. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലേ. ചിലപ്പോൾ നമ്മുടെ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും, ചിലവർക്കെല്ലാം എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്നാൽ ചിലവർക്ക് ഭിന്നശേഷിക്കാരായിട്ടായിരിക്കും ചിലർ ജനിക്കുക അല്ലേ. അവർക്ക് ചിലപ്പോൾ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വളർച്ചയില്ലാത്ത അവസ്ഥ, ഹൈറ്റ് ഇല്ലാത്ത ആളുകൾ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, ഇവരെല്ലാം ഭിന്നശേഷി വിഭാഗത്തിലാണ് പെടുക അല്ലേ. അപ്പോൾ അവർക്കും നമ്മളുടെ പോലെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ അവരെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരുകൾ ഒരുപാട് ക്ഷേമ പദ്ധതികൾ അവർക്ക് വേണ്ടി ആവിഷ്കരിക്കാറുണ്ട്. അത്തരം ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ മാതാവിന് വേണ്ടി നൽകുന്ന ഒരു സഹായമാണ് ഇവിടെ പറയുന്നത്. ഭിന്നശേഷിക്കാരിയായ ഒരു മാതാവ് ജന്മം നൽകിയ കുഞ്ഞിനെ അവർക്ക് തനിയെ പരിപാലിക്കാൻ കഴിയില്ലല്ലേ. കാരണം അവർ ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൈകളില്ലാത്ത, കാലില്ലാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ മറ്റൊരാളുടെ സഹായം എപ്പോഴും അവർക്ക് ആവശ്യം വരും അല്ലേ, ആ കുഞ്ഞിനെ പരിപാലിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള മാതാവിന് 2 വർഷത്തേക്ക് എല്ലാ മാസവും 2000 രൂപ വീതം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. ഈ പദ്ധതി പ്രകാരം സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന പോർട്ടലിലാണ് അപേക്ഷ നൽകേണ്ടത്. അതിനുള്ള വെബ്സൈറ്റ് ഐ ഡി ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഇനി ഈ സുനീതി എന്ന പോർട്ടലിൽ ഈ ഭിന്നശേഷിക്കാരിയായ മാതാവ് അപേക്ഷ നൽകുന്നതിന് 3-4 ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഈ ഭിന്നശേഷിക്കാരിയായ മാതാവ് 60% ഭിന്നശേഷിയുള്ള ആളായിരിക്കണം. രണ്ടാമത്തേത്, അവരുടെ കുഞ്ഞ് ജനിച്ച് 6 മാസത്തിനകം തന്നെ ഈ അപേക്ഷ ഈ പോർട്ടലിൽ നൽകിയിരിക്കണം. മൂന്നാമത്തേത്, ഈ ഭിന്നശേഷിക്കാരിയായ മാതാവ് അടങ്ങിയ കുടുംബത്തിന് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം.
നാലാമത്തേത്, ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരിയായ മാതാവിന് ധനസഹായം ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഗൈനക്കോളജിസ്റ്റ്, അതായത് ഇവരുടെ ഡെലിവറി ചികിത്സിച്ച ഡോക്ടർ, അതല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ, ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം കൂടി നൽകണം. ഈ 4 തരം കണ്ടീഷൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സുനീതി എന്ന വെബ്സൈറ്റ് പോർട്ടലിൽ, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഈ പോർട്ടലിൽ ഇവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 2 വർഷത്തേക്ക് പ്രതിമാസം 2000 രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണേ. മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.